തിരുവനന്തപുരം കഠിനംകുളം ആതിര കൊലക്കേസ് പ്രതി ജോൺസൺ ഔസേപ്പിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതിയെ ഇന്ന് കൊലപാതകം നടന്ന വീട്ടിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. വിഷം കഴിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പ്രതിയെ ഇന്നലെ രാത്രിയാണ് കഠിനംകുളം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. അജീഷ് ജയകുമാർ ചേരുന്നു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, ഇന്ന് തെളിവെടുപ്പുണ്ടാകുമോ? വിവരങ്ങൾ എന്തൊക്കെയാണ് അജീഷ്? ഇന്ന് തെളിവെടുപ്പുണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ജോൺസൺ ഔസേപ്പിനെ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചത്. അതിനുശേഷം ഈ കഠിനംകുളം, ഞാനിപ്പോൾ നിൽക്കുന്നത് കഠിനംകുളം പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ഇവിടെ ഇതുവരെയ്ക്കും പ്രതിയെ എത്തിച്ചിട്ടില്ല. ആ പ്രദേശത്ത് പ്രതിയെ എത്തിച്ചു കഴിഞ്ഞാൽ ഒരു സംഘർഷ സാധ്യത പോലീസ് കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിയെ ഇന്ന് അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള ഒരു സാധ്യത കുറവാണ്. അതിനു പകരം ഇന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. നിലവിൽ തിരുവനന്തപുരത്ത് എയർ ക്യാമ്പിലാണെന്ന് തോന്നുന്നു ഈ പ്രതിയെ ഇപ്പോൾ പാർപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും പ്രതിയെ ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കുക. ഈ 4 ദിവസം മുമ്പാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത്. അന്ന് കോട്ടയം ചിങ്ങവനത്ത് നിന്നാണ്. അന്ന് ആ പിടികൂടുന്ന സമയത്തായിരുന്നു പ്രതി എലിവിഷം കഴിച്ചിട്ടുണ്ടെന്ന് പോലീസിനോട് പറയുകയും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തത്. അവിടെ ഡോക്ടർമാരുടെ പരിചരണത്തിൽ കഴിയുകയായിരുന്നു. ഇന്നലെ ഡോക്ടർമാർ ഡിസ്ചാർജ് ചെയ്തതിനെ തുടർന്നാണ് പോലീസ് ആ കസ്റ്റഡിയിൽ വാങ്ങി തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. എന്തായാലും ആ ഞെട്ടിക്കുന്ന കൊലപാതകം തന്നെയായിരുന്നു കഠിനംകുളത്ത് നടന്നത്. എന്തായാലും ഈ കേസിലെ എല്ലാ മറ്റു കാര്യങ്ങളൊക്കെ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ തന്നെ പ്രാഥമികമായിട്ട് ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ പ്രതി പറഞ്ഞത് തന്നെയോട് തന്റെ കൂടെ വരാത്തതിന്റെ ഒരു വൈരാഗ്യത്തിലാണ് പ്രതിയെ അതിനെ കൊലപ്പെടുത്തിയെന്നാണ്. എന്തായാലും തെളിവെടുപ്പ് ഇന്ന് നടത്താനുള്ള ഒരു സാധ്യത കുറവാണ്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത്.